ഹലോ മക്കളെ എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണെന്ന് തോന്നും. ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ വീഡിയോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രഹസനങ്ങളൊന്നും വേണ്ട. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒന്ന് അളക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ വെച്ച് നിർത്താം, അല്ലാത്തവർക്ക് ബാക്കി കേൾക്കാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രീമിയം വാല്യൂ കൊടുത്തിട്ടുള്ള ഒരൊറ്റ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാമോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രീമിയം വാല്യൂ കൊടുക്കുന്ന എല്ലാം ഇതിനോടകം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ആ പ്രീമിയത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രീമിയത്തിന് തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഈ പ്രീമിയത്തിനെ തീരുമാനിക്കുന്നതിൽ തുല്യ പങ്കാളികളാണ്. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പ്രീമിയമായിട്ട് കരുതുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ അറിയാതെ പ്രീമിയമായി കാണുന്ന ഒന്നുണ്ട്. നമ്മൾ ഈ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്നൊരു പരിപാടി. നമ്മൾ ഓരോ റീലുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോണിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഡോപ്പമിൻ റഷ് നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കിട്ടിക്കഴിയുമ്പോൾ വല്ലാണ്ട് അങ്ങ് എക്സൈറ്റ് ആവും. അതൊരു പ്രീമിയം ഫാക്ടറായിട്ട് അവൻ കണക്കാക്കും. അവിടെ നിന്നും നമ്മൾ ആ പരിപാടി തുടങ്ങിക്കൊണ്ടേയിരിക്കും. ഒരാളുടെ പോലും മോട്ടിവേഷൻ ഇല്ലാതെ തന്നെ കൃത്യമായി സ്ക്രോൾ ചെയ്യാനും ഇടവേളകൾ ലഭിക്കുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാനും നമ്മൾ അടിപൊളിയായിട്ട് മുന്നിട്ടിറങ്ങും. ഇതേ ഒരു ചിന്ത നമ്മളുടെ ജീവിതത്തിലെ മറ്റൊരു ആക്ടിവിറ്റിയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാകും? ഇനി വേണ്ട, ഒരു വീഡിയോ ഗെയിം അല്ലെങ്കിൽ നമ്മളെ ത്രസിപ്പിക്കുന്നതിലെല്ലാം, അത് കാമമായിക്കോട്ടെ, ക്രോധമായിക്കോട്ടെ, മോഹമായിക്കോട്ടെ, എല്ലാ വികാരങ്ങളിലും സബ് കോൺഷ്യസ് മൈൻഡ് ഈ പ്രീമിയം വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും 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 നമുക്കത് ആവർത്തിച്ച് ചെയ്യാൻ തോന്നുന്നത്. ഇനി കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? പണം, അല്ലെങ്കിൽ വലിയ വീട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നല്ല വിലയുള്ള കാറുകൾ, വിലയുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ പ്രീമിയം ഫീല് തരുന്ന, നമ്മളുടെ ശരീരത്തിലൂടെ നമുക്ക് അണിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഉപയോഗിക്കുമ്പോഴോ നമുക്ക് പ്രീമിയം ഫീല് തരുന്നത് എല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പ്രീമിയമായിട്ട് അങ്ങ് എടുത്തു വെച്ചേക്കാണ്. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു വ്യഗ്രത പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പഠനം അഥവാ അറിവിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടോ? അതായത് പഠിച്ച് നേടുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു പ്രവണത ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നോ? ഇല്ല. അത് തന്നെയാണ് നമ്മളുടെ എല്ലാം തോൽവി എന്ന് പറയുന്നത്. കാരണം ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നേടുന്ന അറിവിൽ നിന്നും നിങ്ങൾക്കൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു എങ്കിൽ നിങ്ങളെ ഒരിക്കലും മറ്റൊരാൾ വന്ന് പഠിച്ചാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പുഷ് ചെയ്യേണ്ട ആവശ്യം വരില്ല. റീൽസ് കാണാനോ ഫോൺ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസ് കാണാനോ നിങ്ങളെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ആരും നിർബന്ധിക്കുന്നില്ല. സ്വന്തം ഇഷ്ടത്തോടു കൂടി നമ്മളത് ഓട്ടോമാറ്റിക്കലി ചെയ്യാണ്. ഇതേ പ്രവണത നമ്മുടെ പഠനത്തിൽ എപ്പോൾ മുതൽ വരുന്നോ അപ്പോൾ നമ്മൾ ജയിക്കും. നിങ്ങളുടെ കുറ്റമല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുമില്ല. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചതിന് വേണ്ടിയാ? ഫുൾ A+ മേടിക്കാനും ഫ്ലെക്സിന്റെ ബോർഡിൽ പടം വരാനും. ഇന്നെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇന്നീ നിമിഷം വരെയും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. +2 പഠിച്ചത് എന്തിനാ? അത് 10ാം ക്ലാസ് കഴിഞ്ഞു +2 എടുത്തു. ആരുടെ തീരുമാനം കൊണ്ട്? നിങ്ങൾ ഇഷ്ടപ്പെട്ടെടുത്ത് എത്ര പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ? ഇനി +2 നമ്മൾ പഠിക്കുന്നു, അപ്പോഴും നമ്മൾ കേൾക്കുന്നു ഫുൾ A+. +2 ഫുൾ A+ മേടിച്ചു. അത് കഴിഞ്ഞിട്ടോ മറ്റൊരു ജോലി നേടണമെന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ കോഴ്സ്, അതെടുത്താൽ ഇതാകാം, മറ്റേതെടുത്താൽ ഇതാകാം, ഇതെടുത്താൽ പെട്ടെന്ന് ജോലി കിട്ടും, പുറത്തേക്ക് പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം. സ്വത്വം നിങ്ങളായി മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു ജോലിയാണോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? ഹൃദയത്തിൽ ഇവിടെ കൈവച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും? അവിടെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ നിന്ന് നമുക്ക് സംതൃപ്തി ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. ആ സംതൃപ്തി ലഭിക്കണമെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. കാരണം മറ്റൊരാളുടെ പ്രഷർ അല്ലെങ്കിൽ നമുക്ക് നാളെ എനിക്ക് ഈ ജോലി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള പേടിയോടെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സ്വാതന്ത്ര്യത്തേക്കുള്ള ആദ്യ പടി. അത് നമ്മൾക്ക് കൈവരിക്കാൻ എപ്പോഴും ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്ക് സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇത്രയധികം കടിപിടി കൂടുന്ന ആളുകൾ. കാരണം അവിടെ നിന്നും ആരും നിങ്ങളെ ഇറക്കി വിടില്ല.
ആ പൊസിഷനിൽ, ഒരു ജോലിയിൽ, സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പവറുണ്ട്. കാരണം ഒരുത്തനോടും നിങ്ങൾ അടിയറവ് പറയണ്ട എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം, നാളെ മുതൽ എൻ്റെ അക്കൗണ്ടിൽ എല്ലാ മാസവും കൃത്യമായി സാലറി വരുമെന്ന വിശ്വാസത്തോടെ ഇനി അങ്ങോട്ട് ജീവിക്കാം എന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു തീരുമാനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാലുമേ കയറ്റി വെച്ചിരുന്നു കൊണ്ട് നമുക്കൊരാളുടെ കണ്ണിൽ നോക്കി ധൈര്യത്തോടെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം. എടാ, ഇത് തന്നെയാണ് ഈ പറയുന്ന ഇത്രയും ആളുകൾ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത്. അതിലൊരാളാണ് നിങ്ങൾ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ അതിനൊരു പ്രീമിയം വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കത് വേണം, യെസ് എനിക്കത് വേണം സാർ എന്ന് വാഗൊണ്ട് പറയുമ്പോൾ ഞാനത് കേൾക്കും, അല്ലെങ്കിൽ എന്നെ പോലെ ഒരുപാട് ആളുകൾ അത് കേൾക്കും. എന്നിട്ട് അവർ നിങ്ങളോട് പറയും, ഇന്നത് പഠിച്ചാൽ ഇന്ന ദിവസം ഇത്ര ദിവസം ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നൊക്കെ. നിങ്ങളതെല്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിൽ എത്ര പേർ അതിനൊരു പ്രീമിയം വാല്യൂ കൊടുത്തുകൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതിലാണ് വളരെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. കാരണം ഈ പറയുന്ന ലക്ഷ്യത്തെ പ്രീമിയം കെയർ കൊടുത്ത് പരിപാലിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരാളും ഇതിനോടകം ആ ലക്ഷ്യം നേടി, ആ സ്വപ്നം അച്ചീവ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന റാങ്ക് ഫയലുകളുടെ എണ്ണമോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകളുടെ എണ്ണമോ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാരത്തോണുകളുടെ എണ്ണമോ അല്ല നിങ്ങളുടെ ലക്ഷ്യത്തിനെ തീരുമാനിക്കുന്നത്. നിങ്ങൾ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു. ഒരു പ്രീമിയം ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിനൊരു പ്രീമിയം കെയർ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയണം. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങൾ വഴിയരികിൽ നിന്നും 500 രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു ഷർട്ടിനും അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് സ്റ്റോറിൽ പോയി നിങ്ങൾ 10,000 5,000 കൊടുത്ത് മേടിക്കുന്ന ഒരു ഷർട്ടിനും നിങ്ങൾ കൊടുക്കുന്ന ഒരു കെയർ അത് എത്രമാത്രം വ്യത്യസ്തമാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതേ കെയർ തന്നെ, വില കൂടിയതിന് നിങ്ങൾ കൊടുക്കുന്ന കെയർ അല്ല നിങ്ങൾ ആ വില കുറഞ്ഞ ഷർട്ടിന് കൊടുക്കുക. അതേ ചിന്താഗതി നിങ്ങളുടെ പഠനത്തിലും കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണ് ഈ ലക്ഷ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനെ പ്രീമിയമാക്കി മാറ്റുന്നതാണ് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന മൊമെന്റ് മുതൽ അതിന് പ്രീമിയം കെയർ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. എനിക്ക് സമയമില്ല, എനിക്ക് ജോലിയുണ്ട്, ഞാൻ വീട്ടമ്മയാണ്, ആ കാര്യം നോക്കണം, ഈ കാര്യം നോക്കണം, എനിക്ക് മറ്റതുണ്ട് മറിച്ചതുണ്ട്, ഇതൊക്കെ ഇന്ന് പറയുന്ന എക്സ്ക്യൂസുകളാണ്. അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഞാനും അതിൽ ഒരു കേൾവിക്കാരൻ മാത്രമേ ആകാൻ കഴിയുള്ളൂ. നിങ്ങൾ ഇന്ന് പറയുന്ന എക്സ്ക്യൂസുകളും റീസണുകളും എല്ലാം നാളത്തെ ഒരു കാര്യത്തിലും, നിങ്ങൾ ഇന്ന് പറയുന്ന എക്സ്ക്യൂസുകളെല്ലാം നാളെ നിങ്ങളിൽ നിന്നും ആ ലക്ഷ്യം അകന്നു കഴിയുമ്പോൾ നോക്കിക്കരയാനുള്ള കാരണങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നിട്ടിറങ്ങാൻ തയ്യാറാകുമ്പോഴാണ് നിങ്ങളുടെ മുൻപിലേക്ക് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന മറ്റൊരു വെല്ലുവിളി വരുന്നത്. അതായത് തുടങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം എന്നൊരു ഐഡിയയും ഇല്ലാതെ വരുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രാറ്റജി, നിങ്ങൾക്ക് വേണ്ടി അല്പം സമയം എല്ലാ ദിവസവും കണ്ടെത്താൻ തയ്യാറാകണം. എടാ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ദിവസം 1 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. 30 ദിവസത്തേക്ക് ഒരു ദിവസം 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്ര മിനിറ്റായി? 30 മിനിറ്റായി അല്ലേ? ഇനി അത് വേണ്ട, ഒരു ദിവസം 30 മിനിറ്റ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റിവെക്കുകയാണ്. എത്ര സമയമായി? ഒരു മാസം ആകുമ്പോഴത്തേനും എത്ര സമയമായി? 15 മണിക്കൂറായി. 1 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം മാറ്റിവെക്കുകയാണ്. ഒരു മാസം ആകുമ്പോഴേക്കും എത്ര മണിക്കൂറായി? 30 മണിക്കൂറായി. 6 മാസമാകുമ്പോൾ അത് 180 മണിക്കൂറാകും. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ, ഞാനത് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ യെസ്, ഞാൻ കണ്ടിന്യൂസ് 1 മണിക്കൂർ അതിന് വേണ്ടി ഇരിക്കണമെന്നാണ്. നിങ്ങൾ ആ 1 മണിക്കൂർ 10 മിനിറ്റിന്റെ സ്പ്രിന്റുകളായിട്ട് തിരിച്ചോ. എപ്പോൾ വേണം, വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ 5 മിനിറ്റ് കിട്ടിയാൽ 5 മിനിറ്റ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇടവേളകൾ കിട്ടുന്നോ, ഇടവേളകളിൽ ഫോൺ എടുത്ത് ഉപയോഗിക്കാൻ കാണിക്കുന്ന അതേ മനോഭാവം, അതേ ഊർജ്ജസ്വലത നിങ്ങളുടെ പഠനത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്ന മൊമെന്റ് മുതൽ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ ജോലി നിങ്ങളിലേക്ക് എത്തും. ഇതാണ് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ
മറ്റു ലോകങ്ങൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം നിങ്ങൾക്ക് തരുന്ന ഏതൊരു പ്ലാനുകളും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാനും കഴിയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കുക, വീണു പോയവരുടെ കണക്കുകൾ എടുത്തു നോക്കുക. തോറ്റുപോയവർക്ക് ഓരോ ആളുകൾക്കും ഓരോ കാരണമുണ്ടാകും. പക്ഷേ വിജയിച്ചവന് ഒരു കാരണമേ ഉള്ളൂ, അവൻ മനസ്സറിഞ്ഞ് പണിയെടുക്കാൻ തുടങ്ങുന്ന നിമിഷം. ഇത് പൃഥ്വിരാജ് പറയുമ്പോഴും, മോഹൻലാൽ പറയുമ്പോഴും, അമിതാഭ് ബച്ചൻ പറയുമ്പോഴും, എലോൺ മസ്ക് പറയുമ്പോഴും നമ്മൾ കൈയടിക്കും, നമ്മളുടെ രോമങ്ങൾ എഴുന്നേൽക്കും. പക്ഷേ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അട്ടർ ഫ്ലോപ്പ് ആവുന്നതിന് കാര്യം ഇതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട്, നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തെ പറ്റി ഈ നിമിഷം വരെയും നമുക്ക് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളെ തളർത്താനും നിങ്ങളെ തോൽപ്പിക്കാനും നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതി 1000 ടെസ്റ്റുകൾ നടത്തിയെന്ന് വന്നേക്കാം. പക്ഷേ ജയിക്കാൻ നിങ്ങൾക്കൊരേ ഒരു കാരണം മതി. ചിലപ്പോൾ നിങ്ങളെ നൊന്തു പ്രസവിച്ച അമ്മയുടെ കണ്ണുനീരും നിങ്ങൾക്ക് വേണ്ടി വെയിലത്തുരുകിയ അച്ഛൻ്റെ വിയർപ്പുമാകാം. അങ്ങനെ തുടങ്ങി അവസാനം വന്നു നിൽക്കുന്നത് നിങ്ങളിൽ നിന്നും ജന്മം കൊണ്ട നിങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രതീക്ഷയായിരിക്കാം. ഇതെല്ലാം ഓരോന്നും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളുമായിട്ടല്ല കാണണ്ടേ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ കണ്ടെത്തിയ തീ പാറുന്ന കാരണങ്ങളായി അത് മാറണം. അതുകൊണ്ട് ഒന്നിനും നിങ്ങളെ തളർത്താൻ കഴിയില്ല. എപ്പോഴും മനസ്സിലാക്കുക, വീണു പോയവന് കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നത് വീണ്ടും മുന്നോട്ട് നടക്കാനാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലമായി കാണുന്ന ആ സ്വപ്നത്തിന് വേണ്ടി ഒരു പ്രീമിയം കെയർ കൊടുക്കാൻ തയ്യാറായിക്കോ. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ മുൻപിലേക്ക് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ വന്നിരിക്കുകയാണ് അല്ലേ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SI, പിന്നെ ആംഡ് ഫോഴ്സ്, അതുപോലെ ഫോഴ്സിലെ എക്സാമുകളെല്ലാം വരിയായിട്ട് വരികയാണ്. എത്രയധികം അവസരങ്ങളാണ്. ഇനി ഇങ്ങനെ ഒരു ചാൻസ്, ഇനി ഇങ്ങനെ ഒരു അവസരം മിസ്സാക്കിയാൽ മറ്റൊരവസരം എപ്പോൾ ലഭിക്കുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് പ്ലീസ് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക, മാനിഫെസ്റ്റ് ചെയ്ത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എൻ്റെ ലക്ഷ്യം ഇതാണ്, ഇതിന് എനിക്ക് അല്പം പ്രീമിയർ കെയർ കൊടുക്കണം, അതുകൊണ്ട് നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൂ. അങ്ങനെ നിങ്ങൾ തയ്യാറായി കഴിയുമ്പോൾ നിങ്ങളെ സഹായിക്കാനുള്ള ഹസ്തങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് നീളും. അത് ഉപയോഗിച്ചുകൊണ്ട് പിടിച്ച് കയറണം. എത്ര നാൾ ഇങ്ങനെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഇല്ലാതെ, കരിയറിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ ഇതേപോലെ മുമ്പോട്ട് പോകും? നമുക്ക് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ, ഈ കാണുന്ന നാടുകളെല്ലാം ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ പോയി കാണാൻ, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നമുക്കിഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ സമയം നൽകാൻ, നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനുണ്ടടാ. അതെല്ലാം ചെയ്യാൻ ഒരു തരത്തിലുള്ള കടിഞ്ഞാണുകളും നമ്മളുടെ മേൽ വരാൻ പാടില്ല. അതുകൊണ്ട് അതെല്ലാം പൊട്ടിച്ചെറിയുന്നതാവണം. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിച്ചു. സൂപ്പർ നോട്ട്സ് എന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. ഇത് കേവലം ഒരു വീഡിയോ ആയി തള്ളിക്കളയണ്ട. കാരണം നാളെ ചിലപ്പോൾ എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അന്ന് അയാൾ പറഞ്ഞത് സത്യമായിരുന്നു, അത് ഞാൻ മനസ്സിലാക്കാൻ ഇത്രയും നാൾ വേണ്ടി വന്നിരുന്നുവെന്ന്. അതുകൊണ്ട് വീണ്ടും ഒരു തോൽവി ഇനി അഭിമുഖീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി ജയിക്കാനുള്ള നാളുകളാണ്. ജയിക്കാൻ തയ്യാറായി.